നമസ്കാരം. നമ്മളുടെ നാടുകളിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അല്ലേ? അത് പല രീതിയിലായിട്ടാണ് സൈബർ തട്ടിപ്പുകൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു സൈബർ തട്ടിപ്പാണ് എന്ത്? വാട്സപ്പ് ഉപയോക്താക്കൾക്കായി വല വിരിച്ച് ഹാക്കർമാർ ആരൊക്കെ OTP ചോദിച്ചാൽ കൊടുക്കരുത്. ഇപ്പൊ എല്ലാ തട്ടിപ്പും കഴിഞ്ഞ് ഓരോരോ തട്ടിപ്പിന്റെ പുതിയ വേർഷന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹാക്കർമാർ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പണം, അത് ഒന്ന് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് ഹാക്കർമാര് അല്ലെ? ആ ഹാക്കർമാര് ഇപ്പോ ഇറങ്ങിയിട്ടുള്ളത് നമ്മളുടെ ഒക്കെ നാട്ടില്, നമ്മളുടെ ഒക്കെ വീടുകളിൽ പ്രായമായവരുൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആളുകളോട് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ആര് തന്നെ ഏത് രീതിയിൽ എങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ആരോടും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അത് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും എല്ലാ ആളുകളോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ്. കാരണം നമ്മളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP മതി നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യാന്, വാട്സപ്പ് ഹാക്ക് ചെയ്യാന്, അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാന്, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാന്. ഇതിനൊക്കെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നമ്പറാണ്. ആ നമ്പറിലേക്ക് വരുന്ന OTP കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരു ഫോണും ഏതൊരു വാട്സപ്പും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്യാൻ ആ ഒരു OTP മാത്രം മതി. അതായത് വൺ ടൈം പാസ്വേഡ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒറ്റ സമയത്തേക്ക് നമുക്ക് വരുന്ന ഒരു പാസ്വേഡ്. ആ പാസ്വേഡ് കിട്ടി അവര് അതിന്റെ ആക്സസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് റിക്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് മൊബൈൽ നമ്പറും മറ്റും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടെ നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു തട്ടിപ്പാണ് വാട്സപ്പിലൂടെ OTP അടച്ചുകൊണ്ട് ആ OTP ചോദിച്ച് നമ്മളുടെ ഡാറ്റാസ് മൊത്തം ചോർത്തിയെടുക്കുന്ന ഹാക്കർമാരായിട്ടുള്ള ആളുകള് പുതിയ രീതിയിലുള്ള ഈ ഒരു തട്ടിപ്പുമായി നമ്മൾക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ആര് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിലെ മൊത്തം ഡാറ്റാസും അവർ ചോർത്തിയെടുക്കും. അത് ചോർത്തിയെടുത്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടുന്ന ഒരു രീതിയായിരിക്കും നിങ്ങൾക്ക് നേരെ ഇവര് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഇതിനെ തടയേണ്ടത് നിങ്ങളാണ്. അതിന് നിങ്ങൾക്ക് കഴിയാവുന്ന ഒരൊറ്റ മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTPകള് മറ്റുള്ള ആളുകളുമായിട്ട്, അപരിചിതരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റൊരു പോംവഴി ഈ ഒരു വിഷയത്തിലില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP മറ്റൊരാളുമായിട്ട്, അപരിചിതരുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.